പ്രഗ്നൻസി ടൈമിൽ കിട്ടിക്കൊണ്ടിരുന്ന ലവും സപ്പോർട്ടും കെയറും ഒക്കെ ഡെലിവറിക്ക് ശേഷം ബേബിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് മെൻ്റൽ ചേഞ്ചസ്. ഡെലിവറിക്ക് ശേഷം നിങ്ങൾക്ക് ഒറ്റപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഒറ്റയ്ക്കിരുന്ന് കരയാൻ തോന്നുന്നുണ്ടോ? മേ ബി ഇത് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ആവാം. പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ നമ്മളിത് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണല്ലേ. പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന ഈസ്ട്രോജൻ്റെയും പ്രൊജസ്ട്രോണിൻ്റെയും ലെവൽ കൂടി ഡെലിവറിക്ക് ശേഷം അത് ഡ്രോപ്പ് ആകുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് മൂഡ് ചേഞ്ചസ്. അതിൽ ആൻസൈറ്റി ആവാം, ടെൻഷൻ ആകാം, ഒറ്റയ്ക്കിരുന്ന് കരയാൻ തോന്നുക, ആരും ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുക, കെയറും സപ്പോർട്ടും കിട്ടാത്ത പോലെ ഫീൽ ചെയ്യുക. അപ്പോൾ പ്രഗ്നൻസി ടൈമിൽ കിട്ടിക്കൊണ്ടിരുന്ന ലവും സപ്പോർട്ടും കെയറും ഒക്കെ ഡെലിവറിക്ക് ശേഷം ബേബിയിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഉണ്ടാകുന്ന കുറച്ച് മെൻ്റൽ ചേഞ്ചസ്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഹസ്ബൻഡ് ആൻഡ് അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ഇതിനെപ്പറ്റി അവെയർ ആവുക എന്നതാണ് കാര്യം. ഇത് ഡിപ്രഷനിലേക്ക് ആകണം എന്നില്ല എല്ലാ കേസസും, പക്ഷേ സംടൈംസ് ഇത് ആകാം. ചില കുട്ടികളാണെങ്കിൽ രാത്രി ഭയങ്കര കരച്ചിലും ഒക്കെ ആയിരിക്കും. അപ്പോൾ അമ്മയ്ക്ക് മേ ബി ഉറങ്ങാൻ പറ്റാണ്ട് വരിക, സ്ലീപ്പ് ഡിസ്റ്റർബൻസ് കൊണ്ട് ഇറിറ്റബിൾ ആകാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അപ്പം മെയിനായിട്ട് അവരെ കൺസോൾ ചെയ്ത് അവരെ ചേർത്ത് പിടിച്ച് ഇങ്ങനെ ഉണ്ട് എന്നുള്ളൊരു കാര്യം മൈൻഡിൽ വെച്ചുകൊണ്ട് അവിടുത്തെ ബിഹേവ് ചെയ്യാനാണ് ഏറ്റവും നല്ലത്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ബിഹേവിയറൽ ചേഞ്ചസ് കണ്ടു തുടങ്ങുമ്പോൾ തന്നെ പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റും അതുപോലെ തന്നെ കൗൺസിലിങ്ങോ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക. ഇത് അങ്ങനെ മാറാത്ത അസുഖമൊന്നുമല്ല, നമുക്കത് മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ.